വീണ്ടും വ്യാജ ചികിത്സയിലൂടെ കോഴിക്കോട് കുറ്റ്യാടിയിൽ യുവതി മരിച്ചെന്ന് പരാതി. ക്യാൻസർ മൂർച്ഛിച്ച് യുവതി മരിക്കാനിടയായതിന്റെ പിന്നിൽ അക്യുപങ്ക്ചർ ചികിത്സയാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. അക്യുപങ്ക്ചർ ചികിത്സയ്ക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കുറ്റ്യാടി അടുക്കത്ത് വാഴയിൽ ഹാജറ ക്യാൻസർ രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടത്. ശരീരവേദനയെ തുടർന്ന് നേരത്തെ കുറ്റ്യാടിയിലെ അക്യുപങ്ക്ചർ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. രോഗം സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും രോഗിയെ അറിയിക്കാതെ കുറ്റ്യാടിയിലെ വനിതാ അക്യുപങ്ക്ചറിസ്റ്റ് ചികിത്സ തുടരുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പഴുപ്പ് പൊട്ടി ഒലിക്കുമ്പോഴും രോഗം സുഖപ്പെടുകയാണെന്ന് രോഗിയെ വിശ്വസിപ്പിച്ചു. പിന്നീട് ഇവരെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ മറ്റൊരു അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രത്തിലേക്ക് വിട്ടു. പച്ചവെള്ളവും 4 അത്തിപ്പഴവുമാണ് ഇവർ നിർദ്ദേശിച്ച ഭക്ഷണം. ഒടുവിൽ 6 മാസം മുൻപാണ് രോഗം ക്യാൻസർ ആണെന്ന് അടുത്ത ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും രോഗം 4ാം ഘട്ടം കടന്നിരുന്നു. തുടർന്ന് കോഴിക്കോട്ടും ബാംഗ്ലൂരിലുമായി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ഞായറാഴ്ച രാവിലെ മരണപ്പെട്ടു. ഈ രോഗം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ അറിയുന്നത്. കാരണക്കാരി എന്ന് പറയാം ഫെമിന എന്നൊരു കുറ്റ്യാടിയിലെ അക്യുപങ്ക്ചർ ഡോക്ടറാണ്. ആ ഡോക്ടറെ അടുത്തായിരുന്നു ഞങ്ങൾ ആരെയും അറിയിക്കാതെ ഹാജറ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഈ അസുഖം സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് മാറ്റുന്നത് നല്ലത്. നിങ്ങൾ അലോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കീറി മുറിക്കുകയും സർജറിയൊക്കെ ചെയ്ത് ഒരിക്കലും രോഗം മാറാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരും എന്നവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്. ഇതു സംബന്ധിച്ച് ബന്ധുക്കൾ നേരത്തെ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവർക്ക് ലൈസൻസ് ഇല്ലെന്നും 3 മുതൽ 6 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ചികിത്സിക്കാൻ അർഹതയുള്ളൂവെന്ന നിയമം മറച്ചുവെക്കുകയായിരുന്നുവെന്നും പരാതിക്കാരനും പൊതുപ്രവർത്തകനുമായ NP സക്കീർ പറഞ്ഞു. ക്യാൻസർ പഴുത്ത് വ്രണമായി പുറത്തു ചാടുന്ന അവസരത്തിൽ പോലും അവരെ വിശ്വസിപ്പിച്ചിരുന്നത് ഇത് കേവലം ഈ സൂചി ചികിത്സയിലൂടെ സർജറി ഒന്നും ചെയ്യാതെ തന്നെ ഈ അസുഖം മാറുമെന്നായിരുന്നു അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. 4 വർഷം മുതൽ 6 വർഷം വരെ എടുത്തിട്ടുള്ള ഒരു കോഴ്സ് പൂർത്തിയായ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചികിത്സിക്കാൻ അനുവാദമുള്ളൂ. ഇതിൻ്റെ തന്നെ പൂർണ്ണമായ ഗൈഡ് ലൈൻ പുറത്തിറങ്ങിയിട്ടില്ല. ആ സാഹചര്യത്തിൽ അക്യുപങ്ക്ചർ എന്ന പേരിൽ രോഗികളെ ചികിത്സിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യുവതിയുടെ മരണത്തിന് കാരണക്കാരായ അക്യുപങ്ക്ചറിസ്റ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്.